സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് പ്രവീണേ? നമ്മ ഇന്ന് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും പോയിട്ട് ലോട്ടറി എടുക്കാൻ പോവാണ്. അതും നമ്മുടെ കയ്യിൽ ഇപ്പോ 2 നോട്ട് കെട്ടുകളുണ്ട്. ഇതിൽ 1 10,000 1 10,000 ഉണ്ട്. എനിക്ക് ഏത് വേണം? എനിക്ക് തോന്നി. ഓക്കെ. അപ്പോൾ സംഭവം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? ഇന്ന് കാലത്ത് എനിക്കിപ്പോൾ നമുക്ക് കിട്ടിയൊരു ഐഡിയ ആയിരുന്നു. കുറെ നാളായിട്ട് എനിക്ക് ഈ ലോട്ടറി എടുക്കൽ ഭയങ്കര കമ്പുള്ളായിരുന്നു. പ്രയോഗിക്കോ? അതെ, എനിക്ക് ഇല്ല. ഓക്കെ എന്തായാലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മനസ്സിൽ ഇങ്ങനെ കോണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രവീണിൻ്റെ അടുത്ത് പറയും, പ്രവീണെ നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും ലോട്ടറി എടുക്കാം. എന്നിട്ട് ഏത് ജില്ലയ്ക്ക് കൂടുതൽ പൈസ അടിക്കും? അതായത് ഇപ്പോ എറണാകുളം നിക്ക്, നീ ഏത് ജില്ല എടുക്കണേ? ഞാൻ എറണാകുളം. ഉറപ്പിച്ച് മറ്റേ ടോസ് നോക്കണോ? എനിക്ക് എറണാകുളം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന എറണാകുളം ജില്ലയിൽ നിന്നാണ് പ്രവീൺ മച്ചാൻ ലോട്ടറി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 2 പേരുടെ കയ്യിലും 10,000 രൂപ വെച്ച് ഉണ്ട്. ലോട്ടറി എടുക്കണം. അപ്പോൾ നമ്മള് ഇത് വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ലോട്ടറി എടുക്കുന്നു, പ്രവീൺ എറണാകുളം ജില്ലയിൽ ലോട്ടറി എടുക്കുന്നു. ആർക്കാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ഇതിന്ന് അടിക്കാൻ നോക്കാം അല്ലെ? അടിക്കുമെന്നും കൂടി നോക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ലോട്ടറി നമ്മൾ കാലത്ത് തന്നെ ഇറങ്ങുകയാണ്. പക്ഷെ ഇപ്പൊ 12 മണിയായിട്ട്, ഇന്ന് ഒരു 3 മണിക്ക് 3:30 ലോട്ടറി എടുത്തിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലോട്ടറി എടുത്ത് തീർക്കണം. അപ്പോൾ ഞാനും പ്രവീണും അതുപോലെ തന്നെ എൻ്റെ കൂടെ അജു മച്ചാനും പ്രവീണിൻ്റെ കൂടെ കിരൺ മച്ചാനും ആണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് പോകുന്നത് ഈ കാണുന്ന നമ്മുടെ 2 വണ്ടികളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ പൊളിക്കല്ലേ? ഓക്കെ. അപ്പൊ മച്ചാമാരെ നമ്മളിത് തുടങ്ങാണ് പരിപാടി. ലോട്ടറി എടുക്കൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും. ഓക്കെ. അപ്പൊ പണി തുടങ്ങാം. നമുക്ക് 10,000 രൂപ കേട്ടാ. എനിക്ക് നല്ല സംശയം. അപ്പൊ ഇനി തുടങ്ങാണ് പരിപാടി. ബൈ. അപ്പൊ മക്കളെ തുടങ്ങാണ് നമ്മുടെ 2 വണ്ടി റെഡിയാണ്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ബൈ ബൈ. ഓക്കെ. നമ്മുടെ തൃശ്ശൂർ ലോട്ടറി എടുക്കാൻ നമ്മൾ തുടങ്ങാണ്. ഇപ്പൊ വടക്കനാഥിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പൊ ഈ കാണുന്ന പൈസക്ക് മൊത്തം നമ്മൾ ലോട്ടറി എടുക്കാനായിട്ട് പോവാണ്. തുടങ്ങിയാലോ? ഇപ്പോ ഇന്നത്തെ ഏട്ടാ എത്ര നോക്കി ചേട്ടൻ അടിക്കോ? കിട്ടണോ അല്ലേ? പോട്ടെ. ഞങ്ങൾ ഒരു പരീക്ഷ നടത്തുന്നതാ. തൃശ്ശൂർ ജില്ലയിൽ ലോട്ടറി എടുത്താൽ എത്ര രൂപയ്ക്ക് അടിക്കും? അടിക്കൂല്ലേ? ഓക്കെ, പോട്ടെ. ചേട്ടോ അപ്പൊ നമ്മുടെ പറൂർ എത്തിയപ്പോ ഒരു ചേട്ടനെ കണ്ടേക്കണ്ടാ, ലോട്ടറി എടുക്കണ ചേട്ടൻ. 16 ലോട്ടറി ഉണ്ട്. കഴിഞ്ഞില്ലേ? ഇന്നത്തെ കഴിഞ്ഞില്ലേ? ഇന്നേരം വീട്ടിക്കല്ലേ? കഴിഞ്ഞില്ലേ? ഇന്നത്തെ ഉണ്ടാ അമ്മാവേ? ഇന്നത്തെ ഉണ്ടാ? എവിടെ? ആഹാ, ഇത് മൊത്തം ഇന്നത്തെയാണോ? ഞാനുണ്ടല്ലേ, എനിക്ക് അമ്മേനും വിശ്വാസമുണ്ട്. പിന്നെ ഉള്ളത് 6 അപ്പൊ 6 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇല്ല. ഞങ്ങൾക്ക് കാശ് കിട്ടൂല. അടിക്കൂലേ? അടിക്കണം. ഉറപ്പല്ലേ? 50 അവിടെ ഇരിക്കട്ടെ. അത് കയ്യിൽ വെച്ചോ. സൂര്യഭഗവാനെ എന്റെ മുഖത്ത് കിട്ടണേ. അമ്മ പറഞ്ഞിട്ടുണ്ട് കിട്ടൂന്ന് അല്ലേ? ചേട്ടാ കിട്ടൂലേ? അപ്പൊ നമ്മൾ പറയുക. അപ്പൊ രണ്ടാമത്തെ ചേട്ടനെ കിട്ടിയാണ്. ചേട്ടാ ലോട്ടറി വേണം. നമുക്ക് 2 രക്ഷപ്പെടുത്തേ. ഓക്കെ, ടാറ്റാ. എത്ര ഉണ്ട്? 21 കാലിയാക്കിയാണ് നമ്മൾ. കട കാലിയാക്കൽ. എത്രയപ്പോ ഞങ്ങൾ തരണ്ടേ? അത് ഓക്കെ. അടിക്കൂലേ? ഞങ്ങക്ക് പ്രാർത്ഥിക്കണം കേട്ടാ. നമുക്ക് ഇനിയും ഉണ്ട് കേട്ടാ എടുക്കാനായിട്ട്.
എന്ന് നോക്കി കയ്യിൽ നിന്ന് നിറയെ ടിക്കറ്റുകളായി. നമ്മളിനി ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ പോവാണ്. സിഗ്നൽ കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി. ഇനി അടിച്ചേക്കണേ. പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കണോട്ടാ, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണോ, ഞങ്ങൾക്ക് കിട്ടണോട്ടോ. ചേട്ടനും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇത് മൊത്തടിച്ച് കഴിഞ്ഞത് കാശാര്. അങ്ങനെ നമ്മൾ ലോട്ടറി എടുത്തത് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് ഇനി കുറച്ചുകൂടി ലോട്ടറി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യ പരീക്ഷണത്തിന്റെ റിസൾട്ട് കാത്തിരിക്കണം. അപ്പൊ നമ്മ പോണ വഴിക്ക് ഒരു അമ്മാമനെ കിട്ടിയിട്ടുണ്ട്. അമ്മാമ ലോട്ടറി കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അമ്മാമ അടുത്ത് നമുക്ക് ചോദിക്കാം, ഇത് എത്ര എണ്ണം ഉണ്ടത്? അപ്പൊ നമുക്ക് എടപ്പള്ളിന്റെ അവിടെ നിന്ന് എണ്ണ കിട്ടിയേക്കാണ്. എടപ്പ എത്ര ലോട്ടറി ഉണ്ടാവും? അറിയോ? അപ്പൊ ജിയോ മച്ചാൻ ജിയോ മച്ചാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്. ഇന്നത്തെ അടിക്കൂലേ? ഹായ് ടിക്കറ്റ് ഇന്നത്തെ ഉണ്ട് ചേച്ചി. ഭാഗ്യം ഭാഗ്യം. മക്കൾക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പാട് ചെയ്യുന്നു. എൻ്റെ മക്കളാണ് നിങ്ങൾ. അപ്പൊ എന്തായാലും അടിക്കൂലേ? അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് അടിച്ചാലാ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അടിപൊളി. എന്തായാലും അടിക്കുന്ന പറയണേട്ടാ. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എൻ്റെ ഭാഗ്യം. ഞാൻ വയ്യാണ്ടിരി പനിയാ? എല്ലാവർക്കും പനിയുണ്ട്. 67-32 വാക്യം പറഞ്ഞു തന്നെ. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമ്പോൾ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ഞങ്ങൾ രക്ഷപ്പെടുത്തോ? കേട്ടോ നമ്മളിത് ഇത് 20 കുറേ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ എറണാകുളം ജില്ലയിലത്തെ എല്ലായിടത്തും കഴിഞ്ഞേക്കാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ പൈസ അവസാനം നുള്ളിപ്പറക്കി ഉള്ളതെല്ലാം ചേച്ചിക്ക് കൊടുക്കണം. ചേച്ചി അപ്പൊ നമ്മുടെ കയ്യിലെ പൈസ മൊത്തം തീർന്നു. അല്ലെങ്കിൽ അത് മൊത്തം കൊടുത്തേനെ. കയ്യിലെ പൈസ തീർന്നുപോയി. അപ്പൊ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ലോട്ടറി എടുക്കൽ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിച്ച ചേച്ചിയുടെ പേര് എന്താണ്? സജിനി ചേച്ചിയുടെ എന്നാണ് അവസാനം കൊടുത്തത്. അടിക്കോ ഞങ്ങൾക്ക് വല്ലത്? അടിക്കോ എന്താ പറയുന്നത്? ഓ ഫസ്റ്റ് പ്രൈസ് വേണ്ട, ഗ്യാരണ്ടി ഇട്ടായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ കൈ നിറയെ ലോട്ടറി ഉണ്ട്. ഇപ്പൊ സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. 3:30 റിസൾട്ട് അല്ലേ. അരമണിക്കൂർ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താലാണ് അറിയാൻ പറ്റുക നമ്മൾ കോടീശ്വരന്മാരായോ അത് ഒന്നും കിട്ടാതിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ ബൈ. അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടാ മൊയിലൂട്ടികള്. ചേട്ടോയ് ചേട്ടൻ 2 മൊയിലൂട്ടി നമ്മള് കൂട്ടാൻ വയ്ക്കും. കഴിയുമ്പോ ആയി നമ്മള് വാങ്ങിച്ച മൊയിലൂട്ടിട്ടാ കടിക്കും കേട്ടത്. ആൽബിനോ. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളും 2 മൊയിലും കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്ടാ. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ 15 ലോട്ടറി മൊത്തം മേടിച്ച് അങ്ങനെ നമ്മൾ എടുത്ത ലോട്ടറിയുടെ റിസൾട്ട് നോക്കുന്ന സമയത്തേക്കാണ്. അപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ല മൊത്തം കറങ്ങി നമ്മൾ അത്യാവശ്യം നല്ലോണം ലോട്ടറി എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എണ്ണം കുറവാണല്ലോ. അത് നമുക്കറിയാലേ, കാണുമ്പോ തന്നെ അറിയാം കൂടുതല്. അപ്പൊ എന്തായാലും റിസൾട്ട് നോക്കുന്ന ടൈമുണ്ട്. അപ്പൊ നമ്മുടെ സുവർണ ലോട്ടറി എന്നാണ് പേര്. നോക്കിയാലോ തുടങ്ങിയപ്പോ ഓരോന്ന്. എന്റെ പൊന്നു നോക്കി പകുതിയോളം നമ്മളാക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒന്നുമില്ലടാ, കാശ് പോയടാ. ഒന്നും അടിച്ചിട്ടില്ല. ഇതുവരെ നോക്കിയിട്ട് ഒന്നും അടിച്ചിട്ടില്ല. 13.52 200
വരാം നാളെ 200 രൂപ. നമുക്കൊന്നുമില്ലടാ, എറണാകുളം ജില്ലക്ക് അടിച്ചുട്ടാ, നമുക്കൊന്നുമില്ല. എന്നാ തിന്നോ, ഒന്നുമില്ല. ഒരു നമ്പർ മിസ് ആയി പോയി. 500 9-3 ഇവിടെ 9-4. അല്ലേ അടുത്തടിച്ചേ. നേരത്തെ അടിച്ച സെയിം നമ്പർ അല്ലേ? 0459. ഇത് സെയിം ആണ്. അപ്പൊ അവിടെ ഇരിക്കുന്നത് സെയിം നമ്പർ എടുത്തോണ്ടാ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അടിച്ചടാ. നിങ്ങളുടെ സെയിം നമ്പറാണ്. 200 രൂപ. വീണ്ടും അടിച്ച് ഇതൊക്കെണ്ട 500 200 വീണ്ടും അടിച്ച്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്പർ എനിക്ക് സംശയം കേട്ടാ. ഒരു ടിക്കറ്റ് വീണ്ടും അടിച്ച് ഫോട്ടോസ്റ്റാറ്റാ. ഫോട്ടോ കോപ്പിയാ. ഇതൊക്കെ നമ്പറാണ്. ഇതൊക്കെ സെറ്റ് ആണല്ലേ? 3, 4, 5, 5 എണ്ണം 6, 7, 8, 9 എണ്ണം. 9 അടിച്ചവർക്ക് 1800. അടിച്ചടിച്ചടിച്ച് അടിച്ചാ എവിടെ? 200 13 13 എവിടെ? 200. നമുക്കും കിട്ടിയടാ 13 നീയും കണ്ടോ 13 200 അല്ല 200 അടിച്ചു. എന്താ നിനക്ക് നോക്കാത്ത എന്താടാ? നേരത്തെ ഇല്ല ജാട നോക്ക് കുഴപ്പമില്ല. സെറ്റില് വീണ്ടും സെറ്റ് ഉണ്ടാ എത്ര കൊണ്ട് നോക്കി? 2, 3 അപ്പൊ 600. നിനക്ക് എത്ര ഇനിയുണ്ട് ഉണ്ടാ? 13 3 കൂടി ഉണ്ട്. 3 കൂടി ഉണ്ട്. 6 അടിച്ചപ്പാ 1200. 1200 നിനക്ക് എത്ര കിട്ടിയേ? 1800. 1800 നോക്കി. ബാക്കി ടിക്കറ്റ് നോക്കി. നമുക്ക് 1200. അങ്ങനെ ഞങ്ങളുടെ അതിസാഹസികമായ ടിക്കറ്റ് നോക്കൽ കഴിഞ്ഞിരിക്കണം. എന്താ എറണാകുളം ജില്ലയുടെ അങ്ങനെ അതിസാഹസികമായി എറണാകുളം ജില്ലയില് 9 അടിച്ചേക്കാണ്. 9 2 18 1800 രൂപ. തൃശ്ശൂർ ജില്ലക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു 3 6 ടിക്കറ്റ് അടിച്ചിരിക്കുകയാണ്. 13 എന്ന നമ്പറിൽ ഞങ്ങൾക്ക് 6 ടിക്കറ്റ് അടിച്ചിരിക്കുന്നു. അതിന് എത്ര രൂപ വെച്ചിട്ട് കിട്ടിയിരിക്കുന്നു? 200 രൂപ വെച്ചിട്ട് 1200 രൂപ തൃശ്ശൂർ ജില്ലക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അടിച്ച ടിക്കറ്റിന്റെ പ്രൈസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാട്ടോ. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ തുറന്നിട്ട് നമ്മളിത് QR വെച്ച് സ്കാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ QR വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം അടിച്ചിട്ട് അറിയാൻ പറ്റും. നമുക്ക് അടിച്ചിരിക്കണ 13 എന്ന് പറയുന്ന നമ്പറിന് 200 രൂപ വെച്ചിട്ട് 6 എണ്ണം 13 ഉണ്ട് കേട്ടാ. മൊത്തത്തിൽ 1200 രൂപ. മോനെ അടിച്ചു മോനെ. ഞങ്ങൾക്ക് അടിച്ച് തൃശ്ശൂർ ജില്ലക്ക് ഇട്ടിരിക്കുന്നു 1200 രൂപ. അങ്ങനെ ഇന്നലെ എടുത്ത നമ്മുടെ ലോട്ടറി പൈസ ആക്കാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ ഇവരാണ് ചേട്ടാ? മാറാനുണ്ട് 200 അങ്ങനെ നമ്മളെടുത്ത ലോട്ടറിയുടെ പ്രൈസാണ് പ്രവീണേ. നമുക്ക് കിട്ടിയ പൈസ ചേട്ടാ കുറേ ഉണ്ടല്ലോ. പക്ഷേ 20,000 രൂപ ഇറക്കിയിട്ടാണ് 3000. ശരിയാണ്ടാ ഇത്ര കിട്ടിയത്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ പൈസക്ക് കൂടി ലോട്ടറി എടുത്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഈ പൈസക്ക് കൂടി ലോട്ടറി എടുക്കാൻ പോവാണ് ചേട്ടാ. ഇതിനും കൂടി ടിക്കറ്റ്. അങ്ങനെ നമുക്ക് കിട്ടിയ 3000 രൂപയിൽ 2980 രൂപയ്ക്കും നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഇതടിക്കുമോ നോക്കാട്ടോ. സംഭവം നമ്മൾ 2 ജില്ലയിൽ എങ്ങനെ ജയിക്കും നോക്കിയതാണ്. എന്തായാലും ജയിച്ചത് എറണാകുളം ജില്ല തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ കിട്ടിയ പൈസക്ക് കൂടി ലോട്ടറി എടുത്തേക്കാണ് അല്ലേ ഇവിടെ? ഇനിയിപ്പോൾ ഇതടിക്കുമോ നോക്കാം. എന്തായാലും പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ലോട്ടറിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതൊന്നും നോക്കാണ്. അപ്പോൾ നമ്മൾ 2980 രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യണം. സ്ത്രീ ശക്തി അല്ലേ? അപ്പോൾ നീ നോക്കിക്കോ. ഞാൻ നോക്കാം. ഓക്കെ, തുടങ്ങാം. സെറ്റ് ആയതുകൊണ്ട് പടപടം നോക്കി തീരും.
ചതിച്ചോ ഭഗവതി, ഒന്നും കാണാനില്ല. അരി മഞ്ചി മണ്ണെണ്ണ മഞ്ചി. എന്നിട്ട് അരി മഞ്ചി മണ്ണെണ്ണ മഞ്ചി. അരിയും മഞ്ചി മഞ്ഞനെയും മഞ്ചി. അത് വേറെ തരത്തിൽ ആലോചിച്ചാൽ മതി, ശരിയാവും. എല്ലാം പോയി. നിർത്താലെ പരിപാടി. നിർത്താം. അപ്പോൾ ഇന്നത്തെ ലോട്ടറി എടുക്കൽ മഹാമഹം ഇവിടെ അവസാനിക്കുകയാണ്. അടിച്ചതും കളഞ്ഞു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് ബാക്കി ഇതുപോലത്തെ അടിപൊളി ചലഞ്ചൊക്കെ നിങ്ങൾക്ക് കണ്ടാഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി അല്ലേ? അതെ ഇങ്ങനെ ഞങ്ങൾ കാശ് തന്നോളൂ. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ പ്രവീൺ മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.